ഹായ്, എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. നമ്മളും അടിപൊളിയായിട്ട് തന്നെ പോകുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്ന് വെച്ചാൽ നമ്മൾ രാജസ്ഥാനിൽ നിന്ന് പഞ്ചാബിലേക്ക് വന്നിട്ടുള്ള പിറ്റേത്തെ ദിവസമാണ്. അപ്പോൾ ആ രാജസ്ഥാൻ വീഡിയോസൊക്കെ കാണാനുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയുണ്ട്. എല്ലാ വീഡിയോസും അങ്ങനെ കിടപ്പുണ്ട്, ഒന്ന് കണ്ടു നോക്കുക പറ്റുവാണെങ്കിൽ. അപ്പോൾ ഇത് നമ്മൾ ആ ദിവസം രാവിലെ ഒരു 7 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. എങ്ങോട്ടേക്കാണെന്ന് വെച്ചാൽ നമ്മൾ ഗോൾഡൻ ടെമ്പിളൊക്കെ കാണേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ആലു പൊറോട്ടയും ചായയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഇതാ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാണുന്നതാണ് ഗോൾഡൻ ടെമ്പിളിൻ്റെക്കുള്ള എൻട്രൻസ്. അത് കഴിഞ്ഞിട്ടും കുറച്ച് പോകാനുണ്ട്. അങ്ങനെ ഇതാ നമ്മളെ വണ്ടി പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ നമ്മളിതാ ഗോൾഡൻ ടെമ്പിളിലെത്തി. ഗോൾഡൻ ടെമ്പിളിൻ്റെ ഈ പോകുന്നത് നമ്മൾ പാർക്കിങ്ങിലേക്കാണ്. അപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുന്നേ നമ്മൾ ഹെയറൊക്കെ ഒന്ന് കവർ ചെയ്യണ്ടേ. അപ്പോൾ നമ്മളൊക്കെ ഷാൾ എടുത്തിട്ടുണ്ടായിരുന്നു, ഇവർക്കൊക്കെ. അപ്പോൾ ഇതിങ്ങനെ കെട്ടിക്കൊടുത്ത്, അപ്പോൾ ഇതൊക്കെ കെട്ടി നമ്മളിതാ അങ്ങനെ ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഫോട്ടോ എടുക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് പ്രാർത്ഥിക്കുന്ന ഫോട്ടോ മാത്രമേ എടുക്കാൻ പറ്റും, അല്ലാത്ത ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റൂല. അപ്പോൾ അവർ ഡിലീറ്റ് ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഉള്ളിലെത്തിയൊന്നും അധികം എടുത്തിട്ടില്ല. അപ്പോൾ ഇത് പുറത്തുള്ള കാഴ്ചകൾ മാത്രമാണ്. പിന്നെ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് ഏത് മതത്തിലുള്ളവർക്കും പോകാൻ പറ്റിയൊരു അമ്പലമാണ്. ആർക്ക് വേണ്ടിക്കലും പോവാം. പിന്നെ അവിടെ സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. വെള്ളമായാലും എന്താ പറയുക, നമുക്ക് ക്ഷീണിച്ചിട്ട് ആരും തിരിച്ച് വരണ്ട എന്നുള്ളത് പോലെയാണ്. അവിടെ പോയാൽ എങ്ങനെയായാലും ഒരു ഗ്ലാസ് വെള്ളം അവരെന്തായാലും നമുക്ക് തന്നിരിക്കും. പിന്നെ ഫുഡുണ്ട്, എല്ലാം സൗജന്യമാണ്. പിന്നെന്താ, നമുക്ക് പീരിയഡ്സ് ആയാലും പോകാൻ പറ്റുമോ എന്നൊക്കെ ഒരു ഡൗട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും പോവാം, പീരിയഡ്സ് ആയാലും പോവാം. അങ്ങനെ നമ്മൾ ഗോൾഡൻ ടെമ്പിൾ ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. പിന്നെ നമ്മൾ പോയതാണ് ജാലിയൻ വാലാബാഗ് മെമ്മോറിയലിലേക്ക്. അപ്പോൾ അതിൻ്റെ ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ജാലിയൻ വാലാബാഗ് മെമ്മോറിയൽ. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. കാണൂല വീഡിയോ. ഈ മാർക്ക് ചെയ്ത് വെച്ചതെല്ലാം വെടികൊണ്ട സ്ഥലങ്ങളാണ്. അപ്പൊ ഇതൊക്കെയാണ് ജാലിയൻ വാലാബാഗിന്റെ അകത്തുള്ള കാര്യങ്ങള്. ഇവിടുത്തെ കാഴ്ചകളിലും കണ്ടതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്ത് തന്നെ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം വിലക്കുറവിൽ തന്നെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പഞ്ചാബീസിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവമല്ലേ, ഒരു വളയില്ലേ. അപ്പോൾ അതിൻ്റെ പേരെന്താ, കടാന്ന് അങ്ങനെ എന്തോ ആണ്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആ ഒരു വളയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. പിന്നെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ പോകുന്നതാണ് വാഗാ ബോർഡറിലേക്ക്. അപ്പോൾ ഇതാ ഇങ്ങനെ പോയി കണ്ടിരിക്കുന്നതാണ്. ആ ഒരു കൊടി കാണുന്നിടത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇതാ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മളിതാ അവിടെ എത്തി. ഇവിടുത്തെ പരേഡൊക്കെ തുടങ്ങുന്നത് 5:30 അങ്ങനെയൊക്കെ ആകുമ്പോഴാണ്. അപ്പോൾ അത് ഓരോ കാലാവസ്ഥക്ക് അനുസരിച്ചിട്ട് മാറും. അതായത് ഒക്ടോബർ നവംബർ സമയങ്ങളിൽ അത് നേരത്തെ തന്നെ തുടങ്ങും, 4:30 മുതൽ 5:30 വരെയും. ഈ ഒരു സമയത്ത് എന്താ പറയുക, സെപ്റ്റംബറിലൊക്കെ 5:30 മുതൽ 6:30 വരെ അങ്ങനെയാണ്. അതായത് വെയിൽ താഴ്ന്നതിന് ശേഷമാണ് ഇവിടെ തുടങ്ങുന്നത്. പഞ്ചാബിലെ ബിസിയാന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ അമൃത്സറിലേക്ക് പോയത്. അപ്പോൾ ഏകദേശം ഒരു 3.5 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അമൃത്സറിൽ കണ്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് ഗോൾഡൻ ടെമ്പിള്, വാഗാ ബോർഡർ, ജാലിയൻ വാലാബാഗ്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഗോൾഡൻ ടെമ്പിളിൽ വന്നു കഴിഞ്ഞാൽ അതിനടുത്തടുത്തായിട്ടാണ് ഈ 2 സ്ഥലങ്ങൾ, വാഗാ ബോർഡറും ജാലിയൻ വാലാബാഗും കിടക്കുന്നത്. ജാലിയൻ വാലാബാഗ് അടുത്ത് തന്നെയാണ്, വാഗാ ബോർഡർ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ എന്താ പറയണ്ടേ, ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇത് 3 എന്തായാലും കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അങ്ങനെ നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പം. അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.